വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആൻഡ് ഞങ്ങളിന്ന് പപ്പയ്ക്ക് ഞങ്ങളുടെ ഡാഡിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകാട്ടോ. എന്താവുന്നൊന്നും ഉറപ്പില്ല. ചിലപ്പോൾ ഞങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ നമുക്കൊരു വേറെ വഴിക്ക് വരുമോ അറിയില്ല. ഏതായാലും പോയൊക്കെ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ കെട്ടുവൻ്റെ കമ്പനി. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് തരുന്ന ഒരാളാണ്. ഈ സർപ്രൈസ് എന്ന് പറയുമ്പോൾ വലിയ വലിയ സർപ്രൈസുകളൊന്നുമല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ. അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ ഞങ്ങളും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് അവിടെ പോയിരിക്കാം. ആ ഒരു ബ്രിഡ്ജ് ഇറങ്ങിയിട്ടാണ് ചിലപ്പം ഞങ്ങളെ കാണുമായിരിക്കും. ഞങ്ങളിവിടെ ഇരിക്കുന്നതിനോട് ഞങ്ങളെ ശ്രദ്ധിക്കാതെ നേരെ പോകുമോ എന്നുള്ളൊരു ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഏതായാലും ഇരുന്നേക്കും. ഞങ്ങളിങ്ങനെ കാണാതെ പോയാലും വിളിച്ച് കാണിപ്പിച്ചു കൊടുക്കുക എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. സാധാരണ ഇവിടെ ആരും ഉണ്ടാവില്ല എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് ഈ ഡ്യൂട്ടി കഴിയുന്ന ടൈം ആയതുകൊണ്ടും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെ ക്രിക്കറ്റ് കളിക്കലും അതുപോലെ അവരെ പ്രയറൊക്കെ ഇവിടുന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആളെത്തിട്ടോ. ആദ്യമൊന്നും ഞങ്ങളെ കണ്ടിട്ടില്ല. പിന്നെ റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് ടൈമായപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോഴത്തേനും കുട്ടികൾ പപ്പാന്ന് വിളിച്ച് ഓടിച്ചെന്നതുകൊണ്ടും പിന്നെ എന്തോ യാദൃശ്ചികമായിട്ട് ഞങ്ങളെ കണ്ടു. നമ്മളെ ലൈഫ് നമ്മൾ തന്നെ കളറാക്കിയില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും കളറാക്കും എന്നൊരു വിചാരത്തിൽ നമ്മൾ ഇരുന്നാൽ നമുക്കേ നഷ്ടം ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ കുറച്ച് ടൈമെങ്കിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകളും കുഞ്ഞു കുഞ്ഞു മെമ്മറീസുകളും നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പം അത്രത്തോളം ജീവിതം അടിപൊളിയായിരിക്കും. അങ്ങനെ കുറച്ചധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് അവിടെ കഥയും പറഞ്ഞിരുന്നു. അങ്ങനെ ഒക്കെ കൊടുത്ത് വീണ്ടും തിരിച്ച് ഞങ്ങളെ അടുത്തുള്ള വായവാക്കിലേക്ക് നടക്കുകയാണ് കേട്ടോ. നടക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ഫീലാണ്. ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ട് ഏകദേശം ഒരു തണുപ്പൊക്കെ എത്തി തുടങ്ങി. റോഡിന് പോവുകയാണെങ്കിൽ അത്രയും വളഞ്ഞു പോകണം. എന്തിനല്ലേ അത്രയൊക്കെ റിസ്ക് എടുക്കുന്നത്? നമുക്ക് ഈ തൊടി കടന്നു പോകാം, ചാടിക്കിടക്കാം. ഇതാണ് കേട്ടോ വായവാക്ക്. ഇവിടെ ഒരു കാരിഫോർ ഉണ്ട്, അതുപോലെ ലൈഫിൻ്റെ ഇതുണ്ട്. പിന്നെ ഒരുപാട് നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇവിടെ കൂടുതൽ അറബികളാട്ടോ ഉണ്ടാകാറ്. പിന്നെ ഇപ്പം മറ്റേ ആർട്ടിഫിഷ്യൽ റെയിനൊക്കെ ഉള്ളതുണ്ട്. കുറച്ച് അല്ലാത്തവരും മലയാളീസൊക്കെ കുറച്ച് ഉണ്ടാവാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കുള്ള പ്രചോദനം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
അങ്ങനെ കുറച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ഹോം.